വ്യക്തിപരമായ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. കൊല്ലത്ത് വനിതാ എസ്ഐ മർദ്ദിച്ചെന്ന് ആരോപിച്ച് യുവതി നൽകിയ പരാതിയുടെയും കാതൽ ഇത്തരം ആരോപണങ്ങളാണ്. സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. വീട്ടിലെത്തി മർദ്ദിച്ചെന്ന് ആരോപിച്ച് യുവതി നൽകിയ പരാതിയിൽ വനിതാ സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐക്കെതിരെ പരവൂർ പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം വ്യക്തിഹത്യ നടത്തുകയാണെന്ന് ആരോപിച്ച് നിയമ നടപടി സ്വീകരിക്കാനാണ് ആരോപണ വിധേയരുടെ തീരുമാനം. പരാതിക്കാരിയുടെ ഭർത്താവായ വർക്കല എസ്ഐ അഭിഷേകിനും സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐ ആശയ്ക്കുമെതിരെയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പരവൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് അന്വേഷണം. വീട്ടിൽ വെച്ച് വനിതാ എസ്ഐ മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. വനിതാ എസ്ഐ വീട്ടിൽ വരുന്നതിനെ എതിർത്തതായിരുന്നു പ്രകോപനത്തിന് കാരണമെന്നും പരാതിക്കാരി പറഞ്ഞു. ആശ ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ വരികയാണുണ്ടായത്. ആശ അഭിഷേകുമായിട്ട് വീട്ടിൽ വന്ന് പെട്ടെന്ന് ഈ സ്ത്രീയെ കണ്ട ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പതറി നിന്നപ്പോൾ ഏട്ടൻ്റെ അമ്മയാണ് വന്നിട്ട് വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകണേ. അകത്ത് കൊണ്ടുപോയി വീട്ടിൽ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ അടുക്കളയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവർ ബെഡ്റൂമിലായിരുന്നു, എൻ്റെ ബെഡ്റൂമിലായിരുന്നു. അവിടെ കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായപ്പോൾ അവരുടെ കാലിൽ ചെന്ന് പിടിച്ചാൽ നമ്മളെ ചേച്ചി എൻ്റെ ജീവിതം നശിപ്പിക്കരുത്, എനിക്കൊരു കുഞ്ഞുള്ളത്, എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം, എൻ്റെ കുടുംബം നശിപ്പിക്കരുത്. പക്ഷേ തട്ടിത്തൂത്തി അറിഞ്ഞ് അവരെന്നെ പരിഹസിക്കുകയുണ്ടായി. ഇത് എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണമെന്ന് പറഞ്ഞ് ഫോണെടുത്ത് വിളിക്കാൻ പോയപ്പോഴത്തേനും എന്നെ തടഞ്ഞു നിർത്തുകയുണ്ടായി. എന്നെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ എന്നെ തടഞ്ഞു നിർത്തി ഭിത്തിയിൽ ചേർത്ത് നിർത്തി എൻ്റെ കഴുത്തിന് കുത്തി പിടിക്കുകയുണ്ടായി. എന്നിട്ട് എന്നെ കവിളത്ത് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ കൊന്നു കളയും, നീ കൊന്ന് കെട്ടിത്തൂക്കി ഇത് ആത്മഹത്യയാക്കി കളയും, നീ ഇത് ആരെടുത്താ പറയുന്നത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒന്നും നീ പറയണമെന്നുണ്ടെങ്കിൽ അവരെ കള്ള കേസ് കൊടുക്കും, ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്വാധീനം ഉപയോഗിച്ച് എല്ലാത്തിനെയും അകത്താക്കി കളയും. എൻ്റെ ഭർത്താവ് ജയിലിലാവാൻ സാധ്യതയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കഴിഞ്ഞാൽ എനിക്ക് അഭിഷേകിനെ വേണം ഭർത്താവായിട്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ വലിയ വിഷയങ്ങളാണ് ഉണ്ടായത്. തന്റെ വീട്ടിൽ കയറി മർദ്ദിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും ഭർത്താവും തടഞ്ഞില്ല. യുവതി നൽകിയ പരാതിയിൽ വനിതാ എസ്ഐക്കെതിരെ പരവൂർ പോലീസ് കേസെടുക്കുകയായിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃവീട്ടുകാരും ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചുവെന്നും യുവതി പറയുന്നു. ഇവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. DGPക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പരാതിയിൽ കഴമ്പില്ലെന്നും വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും യുവതിയുടെ ഭർത്താവും വനിതാ എസ്ഐയും പറഞ്ഞു. പരാതിക്കാരിയിൽ നിന്നും വിവരങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിയ കൊല്ലം കമ്മീഷണർ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര.